Hi all, today we are going to discuss about finite state machine or FSM. So finite state machine ഈ lecture video എന്താണ് finite state machine, അതിൻ്റെ pre-requirements, then about its powers, cardinality, etc. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. FSMത്തിൻ്റെ ബേസിക് ആണ് നമ്മൾ ഈ lecture വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ എന്താണെന്നും അത് ഏതിലാണ് വരുന്നതെന്നുള്ളത് മുന്നത്തെ വീഡിയോയിൽ നിങ്ങൾ റെഫർ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ കൂടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. Okay, so first we need to know what are the important or basic things before going to FSM. FSMത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് pre-requirements or pre-requisites നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. And the first one is symbol. And second one is alphabet. Third one is string. Fourth one is language. ഇനിയുണ്ട് ഇങ്ങനെ these four things. ഇത് ഈ നാലെണ്ണം മസ്റ്റായിട്ട് നമ്മൾ ആദ്യമേ അറിഞ്ഞിരിക്കണം. സോ ഫസ്റ്റ് വൺ ഇസ് സിമ്പിൾ. അപ്പോൾ നമ്മുടെ ഈ മെഷീൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് ഇത് സിമ്പിൾ അറിയണം. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എനിത്തിങ്, വെദർ എ ബി സി 0 1 2 എങ്ങനെ നമ്മുടെ ആൽഫ ന്യൂമറിക് ആയിട്ടും അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ഓരോ ഡിജിറ്റ്സിനെയോ ലെറ്റേഴ്സിനെയോ നമുക്ക് സിമ്പിൾ എന്ന് വിളിക്കാം. എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മെഷീനകത്ത് സിമ്പിൾസ് ആയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾസ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സോ സിമ്പിൾസ് ഇസ് നത്തിങ് ബട്ട് എ ബി സി ഓർ എനി ക്യാരക്ടേഴ്സ് ഓർ ന്യൂമറിക്കൽ വാല്യൂസ് ഓരോന്നിനെയാണ് നമ്മൾ സിമ്പിൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ആൽഫബറ്റ്. ഈ ആൽഫബറ്റിന് ഡിനോട്ടേഷൻസ് ഇനി ഉള്ളതിനെല്ലാം നമുക്ക് ഡിനോട്ടേഷൻസ് വഴി പോകും. ഓക്കെ, ആൽഫബറ്റ് ഇസ് ഡിനോട്ടഡ് ആസ് sigma. Okay, in TOC alphabet is denoted as sigma, which is, and it is a collection of symbols. ഇതിൻ്റെ ഒരു കളക്ഷനെയാണ് ആക്ച്വലി ആൽഫബറ്റ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കളക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സെറ്റ് ആയിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ദിസ് ഇസ് an alphabet AB, set AB or BC or 1 2 3 or 0 1. All these things are set of symbols which is called as an alphabet. Okay, ഇനി ഓരോന്നിൻ്റെ എന്താണ് സൂപ്പർ സെറ്റ് പോലെയാണ് പോകുന്നത്. നെക്സ്റ്റ് സ്ട്രിങ് ഈസ് ആക്ച്വലി എ സീക്വൻസ് ഓഫ് സിമ്പിൾസ്. ഈ സിമ്പിൾസിൻ്റെ ഒരു സീക്വൻസിനെയാണ് സ്ട്രിങ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പം സീക്വൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ കളക്ട് ചെയ്ത് എഴുതുന്നതിനെ നമുക്ക് സീക്വൻസ് എന്ന് വിളിക്കാം. സേ ഫോർ എക്സാമ്പിൾ എ ബി സി, അല്ലെങ്കിൽ ഇത് സിംഗിളായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നത് ആസ് എ സിമ്പിൾ. Then AB, BCD or 0 1 0 0 0 1 1 1 ഇങ്ങനെ എന്ത് എഴുതിയിരുന്നാലും it is actually called as a string. Okay, and next is a language. Language is a set of strings. ഈ സ്ട്രിങ്ങിൻ്റെ ഒരു സെറ്റിനെ നമ്മളിവിടെ സിമ്പിളിൻ്റെ സെറ്റ് എഴുതിയതുപോലെ ഈ സ്ട്രിങ്ങിൻ്റെ ഒരു സെറ്റിനെയാണ് ആക്ച്വലി നമ്മൾ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ ലാംഗ്വേജിനെ നമ്മൾ ഡിഫൈൻ ചെയ്യാറാണ് പതിവ് യൂസിങ് ദ ആൽഫബറ്റ് ഉപയോഗിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്യാറാണ് പതിവ്. ഹിയർ സേ ഫോർ എക്സാമ്പിൾ സിഗ്മ ഈക്വൽ ടു 0 1 എന്ന ആൽഫബറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ പറയുന്ന സെറ്റ് ഉപയോഗിച്ച് ഞാനൊരു ലാംഗ്വേജിനെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ഹിയർ ദ ലാംഗ്വേജ് ആൽഫബറ്റ്സ് ആർ 0 and 1 and define ചെയ്യുന്നത് സേ L1 is the first language which defines a set of all string of length 2. L1 is defined as set of all strings of length 2 over the alphabet 0 and 1. Okay, അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതും? ഈ L1നെ ഞാൻ എങ്ങനെ എഴുതും? L1 ഞാൻ പറഞ്ഞു ഈ പറയുന്ന സ്ട്രിങ്സിൻ്റെ ഒരു കളക്ഷനെയാണ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്ട്രിങ്സിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് വിളിക്കുന്നത്. സോ സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 2നെ ഇതിനെ 2 മാക്സിമം 2 വരെയുള്ള ലെങ്ത്തിൽ എങ്ങനെ എഴുതും? 2 വരെ ഇതിൻ്റെ കോമ്പിനേഷൻ വൈസ് 0 0 0 1 1 0 1 1. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ആൽഫബറ്റിൽ ഈ പറയുന്ന കണ്ടീഷൻ പ്രകാരം നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ വി വിൽ ഗെറ്റ് എ ലാംഗ്വേജ്. ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് എ ലാംഗ്വേജ്. നെക്സ്റ്റ് സേ ഫോർ എക്സാമ്പിൾ L2. നെക്സ്റ്റ് ഇസ് L2. നെക്സ്റ്റ് ലാംഗ്വേജ് ആണ്
set of all strings of length 3. അങ്ങനെയാണ് over the alphabet 0 and 1. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഈ 0 1 ഉപയോഗിച്ച് 3 ലെങ്ത് വരുന്ന സ്ട്രിങ്ങുകൾ. അപ്പോൾ 0 0 0 0 0 1 നമ്മുടെ ബൈനറി 1 to 0 to 7 വരെയുള്ള ബൈനറീസ് ആണ് ആക്ച്വലി വരുന്നത്. ഓക്കെ, 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ഓക്കെ, അപ്പം അങ്ങനെയാണ് L2നെ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് L3. L3 സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ് ദാറ്റ് ബിഗിൻ വിത്ത് 0. L3 set of all strings that begin with 0. That begin with 0 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം? അതിന് ലെങ്ത് അല്ല പറഞ്ഞിരിക്കുന്നത്, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യണം ഓവർ ദ ആൽഫബറ്റ് 0 and 1. അപ്പം ഒരു സിംഗിൾ 0 വേണമെങ്കിലും നമുക്ക് എഴുതാം. 0 1 എഴുതാം, 0 0 1 എഴുതാം, 0 0 0 1 എഴുതാം, 0 1 0 എഴുതാം. അങ്ങനെ ഇഷ്ടമുള്ള പോലെ, അല്ലെങ്കിൽ 0 0 0 0 അങ്ങനെ ഇഷ്ടമുള്ള പോലെ എഴുതാം, ഇല്ലേ? ആൻഡ് ദിസ് ഇസ് ആൻ ഇൻഫൈനൈറ്റ് ലൂപ്പ്, അല്ലേ? നമ്മൾ ലാസ്റ്റ് എഴുതിയ L3 എന്ന് പറയുന്ന ലാംഗ്വേജ് ഇസ് ആൻ ഇൻഫൈനൈറ്റ് ലൂപ്പ്. സോ ബോത്ത് ആദ്യം എഴുതിയ രണ്ട് ലാംഗ്വേജസിനെ ഫൈനൈറ്റ് ലൂപ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, L1 and L2 ആർ ഫൈനൈറ്റ് സെറ്റ് എന്നാണ്, സോറി ലൂപ്പ് അല്ല, സെറ്റ് ആണ്. L1 and L2 are finite set and L3 is an infinite set, and hence L3 is also called as an infinite language. L1 and L2 is called as a finite language. ഇതിനെയാണ് ലാംഗ്വേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Hope you are clear about symbol, alphabet, string and language, and next we will discuss about the other terms. Okay, sigma raised to 0 equal to epsilon. Epsilon കൊണ്ടാണ് നമ്മൾ ആ ലാംഗ്വേജിനകത്ത് ഒരു ലെങ്ത് 0 ഉള്ള സ്ട്രിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് sigma raised to 1. Sigma raised to 1 is what? ഈ 1 എന്ന് പറയുന്നത് set of all strings of length 1. ഓക്കെ, അതായത് അപ്പം സിഗ്മ എനിക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഈക്വൽ ടു 0 1. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഈക്വൽ ടു ഇതിന് ഇങ്ങനെ ഒരു ലെങ്ത് അല്ലെങ്കിൽ ലാംഗ്വേജ് പോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഓരോന്നാണ് ഞാൻ ഈ എടുത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. തേർഡ് വൺ, സിഗ്മ സ്ക്വയർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓഫ് ലെങ്ത് 2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിഗ്മ സ്ക്വയറിനെ ഈ പറയുന്ന ലാംഗ്വേജ്, അതായത് 0 1 ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? സിഗ്മ ഈക്വൽ ടു 0 0 0 1 1 0 1 1. ഓക്കെ, ഇനി അതേപോലെ സിഗ്മ ക്യൂബ് ആണെങ്കിലോ? സിഗ്മ ക്യൂബ് ആണെങ്കിൽ ഓഫ് ലെങ്ത് 3 ആണ്. നേരത്തെ ഇത് കണക്ക് തന്നെ 0 0 0 0 0 1 0 1 0 0 1 1 1 0 0 1 0 1 1 1 0 1 1 1. ക്ലിയർ? അങ്ങനെ സിഗ്മ റേസ് ടു n പോവുകയാണെങ്കിൽ എന്തായിരിക്കും? സെറ്റ് ഓഫ് ഓൾ സ്ട്രിങ്സ് ഓഫ് ലെങ്ത് n വരെയുള്ള ലെങ്ത് ഉള്ള സ്ട്രിങ്ങുകളെയാണ് സിഗ്മ റേസ് ടു n കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഈ പറയുന്ന സിഗ്മയുടെ മുകളിൽ കിടക്കുന്നതാണ് പവേഴ്സ് ഓഫ് സിഗ്മ എന്ന് പറയുന്നത്. ഓക്കെ, ആ സെറ്റിൽ നിന്ന് ഓരോന്നിനെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പവർ ഡിഫൈൻ ചെയ്യുന്നത്. Hope you are clear about powers of sigma. Next we will discuss about cardinality of language. So cardinality ആണ്. കാർഡിനാലിറ്റി ഈ പറയുന്ന പവർ ആണെങ്കിലും കാർഡിനാലിറ്റി ആണെങ്കിലും എല്ലാം നമ്മൾ മാത്തമാറ്റിക്സിൽ സെറ്റിൽ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ കാർഡിനാലിറ്റി എന്ന് പറയുന്നത് ഓഫ് സിഗ്മ, ഓക്കെ, ഇറ്റ് ഇസ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ്. ഒരു സെറ്റിനകത്തുള്ള നമ്പർ ഓഫ് എലമെന്റ്സിനെയാണ് കാർഡിനാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ കാർഡിനാലിറ്റി നേരത്തെ എക്സാമ്പിൾ പ്രകാരമാണ് പറയുന്നത്. കാർഡിനാലിറ്റി ഓഫ് സിഗ്മ റേസ് ടു 0 ഈക്വൽ ടു എത്ര എലമെന്റ്സ് ഉണ്ടായിരുന്നു നമ്മുടെ സിഗ്മ റേസ് ടു 0യിൽ? എപ്സിലോൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു 1. സിഗ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വിച്ച് ഇസ് ഈക്വൽ ടു 1. ഇനി കാർഡിനാലിറ്റി ഓഫ് സിഗ്മ റേസ് ടു 1 0യും 1ഉം ഉണ്ടായിരുന്നു, സോ ഇറ്റ് ഇസ് 2. ആൻഡ് കാർഡിനാലിറ്റി ഓഫ് സിഗ്മ 2 എത്ര ഉണ്ടായിരുന്നു? നേരത്തെ ഇത് പ്രകാരം 4 എലമെന്റ്സ് ഉണ്ടായിരുന്നു. സിഗ്മ സ്ക്വയറിനകത്ത് 4 എലമെന്റ്സ്, സോ ഇറ്റ് ഇസ്
4. സോ അങ്ങനെ കാർഡിനാലിറ്റി ഓഫ് സിഗ്മ റൈസ് ടു എന്നിൽ എന്തുണ്ടാവും? സോ ഇവിടെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം നമുക്ക് 2യുടെ പവേഴ്സിൽ എഴുതാൻ പറ്റും, വിച്ച് ഇസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് 2:0 എന്ന് എഴുതാം, ഇതിനെ 2:1 എന്ന് എഴുതാം, ഇതിനെ 2:2 എന്ന് എഴുതാം. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി റൈറ്റ് ആസ് 2n അല്ലേ? ഈ പവേഴ്സ് തന്നെയാണ് ഈ 2 പവർ ആയിട്ട് പോകുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് കോൾഡ് ആസ് എ കാർഡിനാലിറ്റി. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സിഗ്മ സ്റ്റാർ എന്ന കൺസെപ്റ്റ് ഉണ്ട്. സോ നെക്സ്റ്റ് നമുക്ക് സിഗ്മ ഇതിങ്ങനെ സിഗ്മ റൈസ് ടു n പോലെ തന്നെ നെക്സ്റ്റ് സിഗ്മ റൈസ് ടു സ്റ്റാർ ഉണ്ട്. സ്റ്റാർ ഇൻ ദ സെൻസ് ഇതിൻ്റെ എല്ലാം യൂണിയനെയാണ് നമ്മൾ സ്റ്റാർ, അതായത് മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ ഇതിൻ്റെ എല്ലാം, അതായത് ഫ്രം 0 to n വരെയുള്ള അല്ലെങ്കിൽ 0 to ഇൻഫിനിറ്റി വരെയുള്ള നമ്മുടെ ഈ എപ്സിലോണിൻ്റെ യൂണിയനെയാണ് നമ്മൾ സ്റ്റാർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു സിഗ്മ റൈസ് ടു 0 യൂണിയൻ, സിഗ്മ റൈസ് ടു 1 യൂണിയൻ, സിഗ്മ റൈസ് ടു 2 യൂണിയൻ എക്സെട്ര. അപ്പോൾ അതിനെ നമുക്ക് സെറ്റായിട്ട് എങ്ങനെ എഴുതും? സിഗ്മ റൈസ് ടു 0 എപ്സിലോൺ ആയിരുന്നു, യൂണിയൻ സിഗ്മ റൈസ് ടു 1 എന്ന് പറയുന്നത് 0,1 ആയിരുന്നു, യൂണിയൻ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് 0 0 0 1 1 0 1 1 യൂണിയൻ അങ്ങനെയായിരുന്നു. ഇതിനെ കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? എപ്സിലോൺ 0 1 0 0 0 1 1 0 1 1 പിന്നെ 3യുടെ പവേഴ്സ് അല്ലെങ്കിൽ സിഗ്മ ക്യൂബ് ആണെങ്കിൽ 0 0 0 0 0 1 0 1 0 1 0 0 1 0 1 1 1 0 1 1 1 അങ്ങനെ ഇൻഫൈനൈറ്റായിട്ട് പോകും അല്ലേ? അപ്പോൾ ഇവിടെ ക്യൂബും കൂടെ ഉണ്ട്, ക്യൂബും കൂടെ ഞാൻ എക്സ്പാൻഡ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇൻഫൈനൈറ്റ് ലൂപ്പിലോട്ട് പോകുന്നതിനെയാണ് സിഗ്മ സ്റ്റാർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് സെറ്റ് ഓഫ് ഓൾ possible strings of all length over 0 and 1. 0 and 1ലുള്ള എല്ലാ പോസിബിൾ സ്ട്രിങ്സിനെയും, അപ്പോൾ ഇതൊരു സ്ട്രിങ് ആണ്, ഇതൊരു സ്ട്രിങ് ആണ്, ഇതൊരു സ്ട്രിങ് ആണ്, എല്ലാ സ്ട്രിങ് ആണ്, അങ്ങനെയുള്ള പോസിബിൾ ഉള്ള എല്ലാ സ്ട്രിങ്ങിനെയുമാണ് സിഗ്മ സ്റ്റാർ കൊണ്ട്, വിച്ച് ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഒക്കെ സിഗ്മ സ്റ്റാർ എപ്പോഴും ഓർത്തിരിക്കുക. സോ സിഗ്മ സ്റ്റാർ പോസിബിൾ സ്ട്രിങ് ഓവർ 0s and 1. അത് ഈ എക്സാമ്പിൾ പ്രകാരമാണ്, ഓരോ എക്സാമ്പിൾ ഓരോന്ന് മാറ്റങ്ങളുണ്ടാവും. സോ ദിസ് ഇസ് കോൾഡ് ആസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഫൈനൈറ്റ് ഓട്ടോമേറ്റഡ് അല്ലെങ്കിൽ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ്റെ പ്രീ റിക്വയർമെൻറ്റ്സ് ശ്രദ്ധിക്കേണ്ടത്. സോ നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് ദ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ്റെ ഓരോ ടൈപ്സ് ആണ് നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ എഫ്എസ്എത്തിൻ്റെ പ്രീ റിക്വയർമെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിമ്പിൾ എന്താണ്, ആൽഫബറ്റ് എന്താണ്, സ്ട്രിങ് എന്താണ്, ലാംഗ്വേജ്. സിമ്പിൾ ബേസിക് ആയിരുന്നു, അതിൻ്റെ സെറ്റിനാണ് കളക്ഷനാണ് ആൽഫബറ്റ് എന്ന് പറയുന്നത്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൽഫബറ്റ് ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ പറ്റുന്ന ഓരോ കോമ്പിനേഷൻസിനെ സ്ട്രിങ് എന്ന് പറയുന്നു. ആൻഡ് ലാംഗ്വേജ് ഇസ് നത്തിങ് ബട്ട് ദറ്റ് ഈസ് ഡെഫിനിഷൻ ഓഫ് എ സ്ട്രിങ്. നമുക്ക് ഈ സ്ട്രിങ് ഉപയോഗിച്ച് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സീക്വൻസിനെയാണ് നമ്മൾ ലാംഗ്വേജ് എന്ന് ഡിഫൈൻ ചെയ്തത്. ആൻഡ് നെക്സ്റ്റ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പവർ ഓഫ് സിഗ്മയാണ്, അതായത് ഈ ആൽഫബറ്റ് എന്ന സിഗ്മയുടെ പവറിനെ കുറിച്ചായിരുന്നു. സിഗ്മ റൈസ് ടു 0 1 2 3 അതെന്താണ്, അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചു. ആൻഡ് ലാസ്റ്റ് വി ഡിസ്കസ് അബൌട്ട് ദ കാർഡിനാലിറ്റി പവേഴ്സിനെ എങ്ങനെ നമുക്ക് എഴുതാം ഇൻ ടേംസ് ഓഫ് സ്ക്വയർസ്, 2സിൻ്റെ പവേഴ്സിൽ എങ്ങനെ എഴുതാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സിഗ്മ സ്റ്റാർ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് വീഡിയോ. Okay, thank you.